നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് മൂകാംബികയിൽ നിന്ന് തിരിച്ച് ബാംഗ്ലൂരിന് പോവാണ്. പൊക്കോട്ടിരിക്കുന്ന വഴിയാണ് ഈ കണ്ടിരിക്കുന്നത്. ഫുള്ള് കാടാണ്. കാട്ടിക്കൂടെ വീണ്ടും രാവിലെ യാത്ര തുടങ്ങി. രാവിലെ 10 മണി ആയതുള്ളൂ. പക്ഷെ പേര് നമുക്ക് ഭയങ്കര ചൂട്. ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. അമ്പലത്തിലൊക്കെ പോയിട്ട് എപ്പോഴും വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം കിട്ടുന്ന സമയമെല്ലാം അമ്പലത്തിൽ. ഞങ്ങൾ മൂന്നാമത്തെ ദിവസം മൂകാംബികയിൽ കയറാൻ പോവാണ്. ഞങ്ങൾ ഇന്ന് രാവിലെ ജസ്റ്റ് അമ്പലത്തിൽ കയറിയിട്ട് നേരെ അവിടെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ വെക്കറ്റ് ചെയ്ത് വീണ്ടും നമ്മൾ ബാംഗ്ലൂരിൽ യാത്ര പോകും. അപ്പം നമ്മൾ അമ്പലത്തിലോട്ട് പോകണം. ചക്കുപ്പയൊക്കെ കണ്ട് ഒരുങ്ങി നിൽപ്പുണ്ട് അമ്പലത്തിൽ പോകാനായിട്ട്. ചക്കുപ്പയ്ക്ക് ഇവിടുന്ന് പോകാനേ ഇഷ്ടമില്ല. അവന് ഇവിടുന്ന് പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവന് ചെറിയ ഒരു സങ്കടം വന്നു. അവനിങ്ങനെ കറങ്ങി വെക്കുന്ന അവനിഷ്ടം. അപ്പം ഞങ്ങൾ ഇനി അമ്പലത്തിലോട്ട് പോട്ടെ ഗൈസ്. ഇന്ന് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്നലെ ഒന്നും തിരക്കേ ഇല്ല. അടിപൊളിയായിരുന്നു. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. അടിപൊളി. രാവിലെ ഇവിടെ മൂകാംബികയിലുള്ള ഒരു വ്യൂ കണ്ട ചേച്ചി എല്ലാവരും പോവണോ ചോദിക്കുന്നു. ഇവിടെ ഉള്ള കടക്കാർക്ക് എല്ലാവർക്കും മലയാളം അറിയാം കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ചിലർക്കൊക്കെ കന്നഡ മാത്രമേ അറിയത്തുള്ളൂ. എങ്കിലും കുറേ പേർക്ക് മിക്ക അതെ. ഇവിടുത്തെ പശുവിനെ കണ്ട ഞങ്ങളിവിടുത്തെ കാളനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 പേരുടെ പൊക്കത്തിലുള്ള സാധനങ്ങൾ. ഇതുണ്ടോ ഒരു കുഞ്ഞൻ കാള. എൻ്റെ തല മൊത്തം എന്തോ പത്ത് ഇട്ട് വെച്ചേക്കുന്നല്ലേ. അങ്ങനെ അമ്മോസും ചക്കുപ്പി നമ്മളും കൂടെ നടന്ന് പൊക്കൊണ്ടിരിക്കുന്നുണ്ട്. ചക്കുപ്പിയുടെ കൈ ഞളപ്പട്ടം ഇങ്ങനെ നടന്നു. അമ്പലത്തിലെ മണ്ടയ്ക്കുള്ള മല ഫുള്ള് മഞ്ഞ് കിടക്കുന്നൊക്കെ കുടജാതിരിക്ക് പോകുന്നുള്ള ജീപ്പാണ് കേട്ടോ. അമ്മസെ പെട്ടെന്ന് കൂടി ബസ് വരുന്നു. ആ മലയുടെ മണ്ടയ്ക്ക് സൂര്യൻ ഉദിച്ചു വരുന്നുണ്ടോ. വണ്ടി സൈഡിൽ. ഇതാണ് നമ്മുടെ അമ്പലത്തിലോട്ട് പോകുന്ന മെയിൻ കവാട. ഇതൊക്കെ നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടായിരിക്കും. എങ്കിലും ഞാനൊന്നും പറയാം. കാരണം ഇനി അടുത്തൊരു 5-6 മാസം കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഇനിയും വരുള്ളൂ. ആദ്യമായിട്ട് വരുന്നവർ ഇവിടെയൊക്കെ ചെരുപ്പ് ഊരി വെക്കുമായിരിക്കും. പക്ഷെ ഇവിടെ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് കട. ഈ മഹാലക്ഷ്മി റെസിഡൻസിൻ്റെ അടിയിലുണ്ടോ. ഇവിടെയൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും. ഇതിലിങ്ങനെ നടന്ന് അങ്ങ് അറ്റത്തിരുമ്പോൾ ചെരുപ്പിടുള്ള സ്ഥലമൊക്കെ. അങ്ങനെ കേരളത്തിൽ നിന്നുള്ള എല്ലാവരും സാരി കൊടുത്ത് അടിച്ചെത്തി വന്നിരിപ്പുണ്ട്. നമ്മൾ വീണ്ടും കറങ്ങി നമ്മുടെ സ്വന്തം അമ്പലത്തിൻ്റെ അവിടെ വന്നു. മലയുടെയൊക്കെ മണ്ടയ്ക്ക് ഫോഗ് അടിച്ചിരിക്കുന്നുണ്ടോ. ഇവിടെ നല്ല വ്യൂ കേട്ടോ. ഇപ്പൊ വലിയ തിരക്കില്ലെന്ന് തോന്നുന്നു. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇവിടെ ഒത്തിരി പേര് എഴുത്തിനും പിന്നെ ഡാൻസും അതിനുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ രാവിലെ നല്ല തിരക്ക്. ഇന്നലെയൊക്കെ ആണെങ്കിൽ ഒരു തിരക്കുമില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇന്നലെ ഇന്നും ക്യൂവിനകത്ത് പെട്ടെന്ന് കയറി തൊഴാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഭയങ്കര ക്യൂ ആയി അങ്ങ് പൊറോഷം വരെ. പിന്നെ അല്ലെങ്കിൽ അങ്ങേ സൈഡിൽ പൈസ കൊടുത്തിട്ട് പോയി കയറേണ്ടി വരും. ഇപ്പോൾ കണ്ട നല്ല തിരക്ക് ഇവിടെ. ആദ്യത്തെ ദിവസം വന്നപ്പോൾ രാത്രിയായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ പൈസ കൊടുത്തിട്ട് കയറി. ഇന്നലെ വീണ്ടും വന്നപ്പോൾ ആരുമില്ലായിരുന്നു. നമുക്ക് ഡയറക്റ്റ് കയറാൻ പറ്റി. ഇന്നും നമ്മൾ വന്നപ്പോഴത്തേക്ക് ആരുമില്ല. നമ്മൾ പെട്ടെന്ന് കയറി. ക്യൂ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ക്യൂ ആയി. നമുക്ക് അവിടെ ഫുൾ ആൾക്കാർ ക്യൂവിൽ നിൽക്കുന്നുണ്ട് ആൾക്കാർ. അമ്പലത്തിൻ്റെ മണ്ടക്കം ഉണ്ടാവും. ഇത് മാത്രമുള്ളതല്ലേ പിന്നെ പഴയതായിട്ട് ഇരിക്കുന്നത്. എല്ലാവരും ഫോട്ടോ എടുപ്പാണ് ഫോണിനകത്ത്. ക്യാമറ കയറ്റില്ല. നമ്മൾ ഇന്നലെ മൊത്തം നമുക്ക് ഫോട്ടോ ഇത് വന്നില്ല. ഇപ്പൊ ശിവേലിയുടെ ടൈമാണെന്ന് തോന്നുന്നു. നട അടച്ചു. അപ്പോൾ വെളി വരുവാണെങ്കിൽ ഞങ്ങളത് കണ്ടിട്ട് എൻ്റെ കൂട്ടത്തിൽ നടക്കാമെന്ന് വെച്ചു. ഇന്നലെ ഞങ്ങൾ വീട്ടിൽ വീഡിയോ എടുത്തായിരുന്നു നിങ്ങളെയൊക്കെ കാണിക്കാനായിട്ട്. ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങളുടെ മൂകാംബിക അമ്പലത്തിലെല്ലാം തൊഴുത്
എല്ലായിടത്തും പോയി തിരിച്ച് വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റൂമിൽ വന്നു. റൂം നമ്മൾ താമസിക്കുന്നത് നമ്മുടെ വീടാണ്, അങ്ങനെ വിചാരിക്കണം. അപ്പോൾ നമ്മൾ റൂമിൽ വന്ന് റെഡിയായി. ഇനി ഞങ്ങൾ പോകാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി പോകുന്ന വഴിക്ക് കടയുണ്ടോന്ന് അറിയാൻ മേലാത്തോണ്ട് ഞങ്ങൾ പൂഴി പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ട് 2 സെറ്റ്. കാരണം കടയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കണമല്ലോ, ചക്കൂന് എന്തെങ്കിലും കൊടുക്കണമല്ലോ, അതുകൊണ്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കടയുണ്ടെങ്കിൽ കടയിൽ കയറി കഴിക്കും, ഇല്ലെങ്കിൽ നമ്മൾ അത് കഴിക്കും. നമ്മൾ ഈ മല മൊത്തം കയറി മണ്ടേ പോകും. നമ്മൾ ബാംഗ്ലൂരിൽ പോകുമ്പോ ഈ മല ഉണ്ടല്ലോ, ആ മല മൊത്തം കേറിയാണ് നമുക്ക് ഇനി അങ്ങ് ചെല്ലേണ്ടത്. ഈ വഴിയാണ് കുടജാദ്രിക്ക് പോകുന്നത്. കേരളത്തിലോട്ട് പോകുന്നവർക്ക് ഓപ്പോസിറ്റ് ഇതിലെ താഴോട്ട് പോകുന്നതാണ് കേരളത്തിലോട്ടൊക്കെ പോകുന്നവർക്ക്. നമുക്ക് ബാംഗ്ലൂരിന് പോകേണ്ടതുകൊണ്ട് ഇങ്ങോട്ട് വരണം. ഒരു 10-40 കിലോമീറ്ററോളം ഈ ചുരം. ഈ ചുരം കേറി പക്ഷെ ചുരത്തിന്റെ വീഡിയോ എടുക്കത്തില്ല കേട്ടോ. ഈ ചുരം കേറുമ്പോ എനിക്ക് തല കറങ്ങും, അതുകൊണ്ട് ഞാൻ കണ്ണടച്ചിരിക്കത്തേ ഉള്ളൂ, അല്ലെങ്കിൽ വാള് വെക്കും ഞാന്. കണ്ടോ മല ഉണ്ടോ? ഈ മല കയറിയാണ് നമുക്ക് ബാംഗ്ലൂരിൽ പോകണ്ടേ. 40 കിലോമീറ്റർ നമുക്ക് ആ ചുരം കയറാനുണ്ട്. പോകുന്ന വഴിയൊക്കെ കാണാം ഇടയ്ക്കിടയ്ക്ക്. എല്ലാ വഴിയും ഞാൻ പിടിക്കത്തില്ല, കാരണം കൂടുതൽ ഇങ്ങനെ ക്യാമറയിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരുന്ന തല കറങ്ങിയിരിക്കും ഇവിടെ, അതുകൊണ്ട് ഇടയ്ക്കൊക്കെ എടുക്കാം. ഇപ്പൊ കാണാൻ നല്ല രസമുണ്ട്. മരങ്ങളെല്ലാം കൂടെ നിൽക്കുന്ന നല്ല പച്ചപ്പ്, എല്ലായിടവും കരിഞ്ഞു നിൽക്കുവാണ്. പക്ഷെ ചില ഭാഗത്ത് നല്ല പച്ചപ്പും മരങ്ങളും ഒക്കെ കാണാൻ നല്ല രസമാണ്. വണ്ടി ഒന്നും നിർത്താൻ പറ്റത്തില്ല, ഫുള്ള് കുരങ്ങന്മാരാണ്. മഴയുള്ളപ്പോ വരുവാണ് ഇവിടെ എല്ലാം ഫോഗ് അടിച്ച്. നമ്മളന്ന് ഓർമ്മയുണ്ടോ ഇതിനകത്തോടെ അന്ന് രാത്രി പോയത്? മഴയത്ത് പേടിച്ച് നമ്മള് മാത്രം. ഞങ്ങൾ പണ്ട് ആദ്യമായിട്ട് വന്നപ്പോ ഞങ്ങൾ വൈകുന്നേരം തിരിച്ച് പോയത്. നല്ല ചൂടാ കേട്ടോ. ഈ സമയത്ത് വരുവാണെങ്കിൽ ഭയങ്കര ചൂടാ. പിന്നെ നാട്ടിലും നല്ല ചൂടാന്ന് തോന്നുന്നു. അമ്പലത്തിൽ കയറേണ്ടവർക്ക് മാത്രം, അമ്പലത്തിൽ കയറാൻ വേണ്ടി മാത്രം ബീച്ചിലൊക്കെ പോകുന്നത്. അമ്പലത്തിൽ പോവാണെങ്കിൽ ഇപ്പൊ നൈസാണ്, പെട്ടെന്ന് കയറി പെട്ടെന്ന് തൊഴുതിട്ട് വരാൻ പറ്റും. ഈ സമയത്ത് ഇപ്പൊ ഈ ഒരു മാസത്തോടെ വരുമ്പോ സ്കൂളിലൊക്കെ അവധി ആകത്തില്ലേ, വലിയ അവധി ആകത്തില്ലേ, അപ്പഴത്തേക്കും നല്ല തിരക്കായിരിക്കും. അമ്മേ മുത്തുപ്പല്ലേ. നാട്ടിൽ നിന്നൊക്കെ അയൽക്കൂട്ടത്തിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഒത്തിരി ആയിട്ട് ഗ്യാങ് ആയിട്ട് ഒരു അമ്മച്ചവരൊക്കെ ഉണ്ട്. നല്ല സാധിക്കല്ലേ. ഇവിടുത്തെ മലനിരകൾ കണ്ടോ താഴെ? നമ്മൾ ആ കുഴിന്നാണ് കയറി വരുന്നത്. കുഴങ്ങന്മാരുണ്ട്. ഞാനേ ഒന്നത് കാണിക്കാൻ വേണ്ടി വന്നത്, അപ്പോഴത്തേക്ക് ഉമ്മാര് ചാടി വിത്തേ വന്നു കേട്ടോ. ഇതുകൊണ്ട് കണ്ടോ, ഏതാണ്ട് തിന്നാൻ കൊടുക്കാന്നുകൊണ്ട് വന്നേന്ന് തോന്നുന്നു. ടാറ്റാ ബൈഡാ. അവർക്ക് പേടിയാണെന്ന് തോന്നുന്നു, മറ്റന്മാർക്കൊന്നും പേടിയില്ല. ഇതാണ് കുടജാദ്രി മലനിരകൾ. നിങ്ങൾക്ക് കാണാമായിരിക്കല്ലേ? എനിക്കിവിടെ കുറച്ച് ഭാഗം കാണത്തുള്ളൂ, താഴോട്ട് എന്താണെന്ന് അറിയത്തില്ല. നേരെ കുഞ്ഞം വന്നല്ലോ ഗൈസ്. നമ്മൾ അങ്ങനെ ഈ ചുരത്തിൽ കൂടെ വന്നപ്പോ തന്നെ കാണത്തില്ല കൊറേ കരിങ്കുരങ്ങ്. ഗ്ലാസ് ഇട്ടേക്കാണ്. കൊറേ കുട്ടിക്കുരങ്ങന്മാര് കണ്ടോ? കുട്ടിക്കുരങ്ങനെ കരിങ്കുരങ്ങ ഒരെണ്ണം വേണ്ടേ കേറി. പോയി. അങ്ങനെ നമ്മള് ഇവിടെ പോണ പോയ വഴി വന്ന വഴി കണ്ടാണ്. സാധാരണ മറ്റേ നോർമൽ കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ കരിക്കുരങ്ങിനെ ആദ്യമായിട്ടാണ്. ഞാനിപ്പോ പറഞ്ഞോണ്ടിരുന്നുള്ളൂ ഇവിടെ എല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട്, കടുവയും ആനയും പിന്നെ കാട്ടുപോത്തൊക്കെ. ഈ ഒരു മാൻകുട്ടിയെ സാധാരണ നമ്മൾ കാടുള്ള സ്ഥലത്ത് കൂടെ പോകുമ്പോ മാൻകുട്ടിയെങ്കിലും കാണുന്നത്, അതിന് ഈ ഒരു സ്ഥലത്ത് അതുപോലും ഇല്ല. പക്ഷെ ഇപ്പൊ അത് സിംഹകുരങ്ങാണോ കരിങ്കുരങ്ങാണോ? എന്തായാലും കുരങ്ങിനൊക്കെ കൊറേ ഉണ്ടായിരുന്നു. ഞങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ എന്നിട്ട് എങ്ങോട്ട് കയറി സാധാരണ ഞങ്ങൾ കയറി കഴിഞ്ഞ സൈഡിലത്തെ ഗ്ലാസ് പിടിച്ചോണ്ടാ പോകാറുണ്ട്. പിന്നെ വീട്ടിൽ ചെന്ന ഗ്ലാസ് എടുത്ത് ഒട്ടിച്ചത്തിലാണ് പരിപാടി. നമ്മൾ അങ്ങനെ കുടജാദ്രിക്ക് പോകുന്ന വഴിയാകാറായി. കാണിക്കാൻ പറ്റി. ഇന്നലെ നമ്മൾ അങ്ങോട്ട് പോയപ്പോ കാണിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇപ്പൊ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു. ഇതിന് മുമ്പിൽ ഒരു ജംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ജംഗ്ഷനിലാണ് നമ്മൾ അവിടുന്ന് വരുമ്പോ മൂകാംബികയിൽ വരുമ്പോ ഈ ജീപ്പുകാരൊക്കെ കൊണ്ടുപോയി നിർത്തി ചായ ഒക്കെ കുടിക്കേണ്ടവർക്ക് ചായയും കാപ്പിയൊക്കെ കുടിച്ചിട്ട്
അങ്ങോട്ട് മുഖാന്ത് കുടജാദ്രിയിലോട്ട് കയറി പോകാൻ വേണ്ടിയിട്ട്. വേറെ കടകളൊന്നും അവിടെ ഇല്ല. ആ ഒരു ജംഗ്ഷനില് ഒരു കടയുള്ളതുണ്ടേ. ആ മേൽ കാണുന്ന വഴിയുണ്ടല്ലോ, ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ട് കാണുന്നിടത്താണ് നമ്മുടെ കുടജാദ്രിക്ക് പോകുന്നത്. ഈ വഴി ഓഫ് റോഡാണ് മൊത്തം. ഈ വഴി കൂടെ പോണം മേപ്പോട്ട്. അതാണ് കുടജാദ്രിക്ക് പോകുന്ന വഴി. അപ്പൊ പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ഫുൾ ഓഫ് റോഡ്. ചെക്ക് പോസ്റ്റിന്റെ അവിടെ നിന്ന് പിന്നെ മണ്ണ റോഡ് മാത്രമേ ഉള്ളൂ. മണ്ടവരെ പോകത്തില്ല, പകുതി വരും. പിന്നെ അവിടെ നിന്ന് ഒരു മണിക്കൂർ അങ്ങോട്ട് നമുക്ക് നടന്ന് കയറാൻ. ഞങ്ങളിതുവരെ പോയിട്ടില്ല. 1 മണിക്കൂറുണ്ടോ നടന്ന് കയറാൻ? അയ്യോ, എങ്ങനെ നടക്കും? ഞങ്ങൾ ഈ പ്രാവശ്യം പോണോന്ന് വിചാരിച്ച. അപ്പൊ ഞങ്ങളെ മനസ്സ് മരിപ്പിച്ചു. ആ പൊടിയൊക്കെയാണ് ഇവിടെ ഫുള്ള് കണ്ടോ, ചുമന്നിരിക്കുന്നുണ്ടോ മണ്ണ്, ഈ പൊടിയെല്ലാം കൂടെ. അപ്പൊ ആ ഹോട്ടലിലെ പുള്ളി പറഞ്ഞു അങ്ങോട്ട് ഞങ്ങളുടെ കുടജാദ്രിയിലെ ഈ വട്ടത്തെ പോക്ക് മാറ്റി വെച്ചു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ പോകണമെന്ന് പറഞ്ഞാ വന്നേ. ആ ചേട്ടൻ പറഞ്ഞു ഭയങ്കര പൊടിയും പിന്നെ ആണെങ്കിൽ ഭയങ്കര ചൂടും ഒക്കെയാണ്, കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് ഇപ്പൊ പോകാതിരിക്കുന്നേ നല്ലത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങള് 3 മണിയാകുമ്പോഴത്തേക്ക് ട്രിപ്പിന് പോയാല് യാത്രയാകുമ്പോ ഇറങ്ങി വരാം. അങ്ങനെ പോയാൽ വലിയ ചൂടില്ല, പക്ഷെ പൊടിയാണ്. അങ്ങോട്ട് ഞങ്ങൾ പിന്നെ വേണ്ടാന്ന് വെച്ചു. പക്ഷെ ഓരോരുത്തർ പോകുന്നുണ്ട് കേട്ടോ ഉച്ചക്കൊക്കെ. ഇന്നലെ ഉച്ചയ്ക്ക് നമ്മള് അവിടെ നിന്ന് ജീപ്പ് ഇവിടെയും ജീപ്പുണ്ട് കേട്ടോ. നമ്മള് വണ്ടി കൊണ്ട് വരുവാണെങ്കിൽ നമുക്ക് ഈ കുടജാദ്രിന്റെ ആ ജംഗ്ഷൻ പറഞ്ഞില്ലേ, അവിടെ കൊണ്ട് നമ്മുടെ നെട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ കൊണ്ട് നമ്മുടെ വണ്ടി ഇട്ടിട്ട് അവിടെ കുറെ കുടജാദ്രിക്ക് പോകുന്ന ജീപ്പുകളുണ്ട്, അവിടെ നിന്ന് കയറാം. അല്ലെങ്കിൽ ഇവിടുന്ന് പോകാൻ ചിലപ്പം പാടായിരിക്കും, കാരണം ഒരു വണ്ടി ഫുൾ ആയിട്ട് അവര് പോകത്തുള്ളൂ. നമ്മുടെ സ്വന്തമായിട്ട് എടുത്ത് പോകണമെങ്കിൽ ഒരു ജീപ്പിന് 3000 രൂപ. നമ്മുടെ മൂകാംബിക അമ്പലത്തിന്റെ താഴെയാണെങ്കിൽ കുറെ ജീപ്പുകാരുണ്ട് ഇവിടെ കുടജാദ്രിക്ക് വരുന്നത്. അതാകുമ്പോ അവര് ഫുള്ള് ജീപ്പ് ഫുള്ളാക്കിയിട്ട് അവര് കൊണ്ടുപോകുന്നത്. ഒരാൾക്ക് 450 തോന്നുന്നു. നമ്മൾക്ക് ഇതുവരെ കൺഫേം അറിയില്ല നമുക്ക് എത്രയാണ്. ആരും ഒരു ചേച്ചി ആള് കുറയുന്നതനുസരിച്ച് പൈസ കൂടും, ആള് കൂടുന്നതനുസരിച്ച് പൈസ കുറയും. ഞങ്ങള് വീണ്ടും കാട്ടിൽ കയറി കാട്ടിക്കൂടെ ഇവിടൊക്കെ ഇച്ചിരി നല്ല റോഡും കാര്യങ്ങളൊക്കെയാ. ഇവിടെ താഴോട്ട് ഭാഗത്ത് നമുക്ക് തീരെ വീതിയില്ല. ഞങ്ങളിപ്പം വലിയ വണ്ടിയൊന്നും ഉറപ്പൊന്നുമില്ല കേട്ടോ ഇവിടെ. ഈ സീസണും പിന്നെ അല്ലേലും വലിയ തിരക്കൊന്നും ഇല്ലല്ലോ ഇങ്ങോട്ട്. അമ്പലത്തിൽ തിരക്കാണ്. അത് നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്നവരല്ലേ. നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് അങ്ങനെ വലിയായിട്ട് ആൾക്കാർ ആരും വരുന്നില്ലല്ലോ. ചിലപ്പോ ഇപ്പൊ നമ്മുടെ സീസൺ ഇപ്പൊ എല്ലാവർക്കും എക്സാമും അങ്ങനെയൊക്കെയുള്ള സമയമാണ് കേട്ടോ. മാർച്ച് മാസമാണല്ലോ, അതുകൊണ്ടായിരിക്കും. വെക്കേഷൻ ഒക്കെ ആയി കഴിഞ്ഞാൽ വെക്കേഷൻ ഒക്കെ ആയി കഴിഞ്ഞാൽ ഇനിയും തിരക്കായിരിക്കും. മുരുടേശ്വരി പോയാലും ബീച്ചിന്റെ കുറച്ച് ഭാഗത്ത് നമുക്ക് പോകാൻ പറ്റും, ബാക്കിയുള്ള ഭാഗം ക്ലോസ് ആണ്. മൊത്തത്തിൽ ഓപ്പൺ ആയി കിടക്കുമ്പോഴാണ് കാണാൻ രസം. അപ്പൊ നമുക്ക് വണ്ടിയൊക്കെ ഉണ്ട് അവിടെ കയറ്റിട്ട് കളിച്ചോണ്ട്